യാതൊരു ദൈവഭയവും കൂടാതെ സ്വന്തം പിതാവിനെ കഴുത്തറുത്തു കൊന്ന MBBS വിദ്യാർത്ഥി, പേര് പ്രജിൻ. സത്യത്തിൽ ആരാണ് ഈ പ്രജിൻ? ആത്മീയ ലോകത്തിലൂടെ ഒരു യാത്ര. പാരമ്പര്യ പെന്തക്കോസ്ത് ചർച്ചിൽ കൈയടിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന അഭിഷേകം പ്രാപിച്ച താലന്ത് ട്രസ്റ്റിൽ ഏറ്റവും ഉന്നതനായ വിദ്യാർത്ഥി. അങ്ങനെയെങ്കിൽ പ്രജിൻ എന്ന യുവാവ് യേശുവിനെ അന്വേഷിക്കേണ്ട കടപ്പാടുകൾ അവൻ്റെ ഭാഗത്തു നിന്നും ചെയ്തിരുന്നു. തൻ്റെ മാതാപിതാക്കളും അതിനുവേണ്ടി സഹായിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പിന്നെ എവിടെയാണ് കേട് സംഭവിച്ചത്? ചില ദൈവദാസന്മാർ മുൻപോട്ട് വന്ന് അവരുടെ കാരണങ്ങൾ നിരത്തിവെക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. ആദ്യം തന്നെ പാസ്റ്റർ ഫിനി യോഹന്നാൻ ഫ്രം ആസാദി ചാനൽ. പലരും ചോദ്യങ്ങൾ ചോദിച്ചു, ഏത് സഭയിലാണ് ഇത് സംഭവിച്ചത്? ആ സഭയുടെ ഒരു പരാജയമാണെന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം അതിനകത്തുണ്ടായിരുന്നു. എന്നാൽ സത്യത്തിൽ സഭകൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ചർച്ചകൾ കുറച്ചുകൂടെ ആത്മീകമായി വളർന്ന തലത്തിലെത്തിയാൽ, പ്രാർത്ഥനയിലും കൃപാവരങ്ങളിലുമൊക്കെ അല്പം കൂടെ വളർന്ന തലത്തിലെത്തിയാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ മുന്നറിയിപ്പുകൾ ലഭിക്കുകയും പ്രാർത്ഥനയാൽ അതിനെ അതിജീവിക്കുകയും ചെയ്യുവാൻ നമുക്ക് കഴിയുമായിരുന്നു എന്ന ദുഃഖസത്യം ഞാൻ സമ്മതിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇങ്ങനെയുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ മാതാപിതാക്കൾക്ക് പരസ്യമായി പറയാൻ മടിയാണ്. അവരത് ആരോടും പറയത്തില്ല, കാരണം അപമാന ഭാരം കൊണ്ടാണ് പറയാത്തത്. ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, സഭയിൽ നമ്മൾ നമ്മുടെ ദേവദാസന്മാരുടെ എൽഡേഴ്സിനോട് നമ്മുടെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണം. നമ്മുടെ കുട്ടികൾക്ക് സംസാരിക്കുവാൻ, കോൺഫിഡൻസോടുകൂടെ സംസാരിക്കുവാൻ, വിശ്വസിച്ച് കാര്യങ്ങൾ പറയാൻ, പങ്കുവെക്കുവാനുള്ള അവരെ മനസ്സിലാക്കുന്ന എൽഡേഴ്സ് ചർച്ചിൽ ഉണ്ടാകണം. ഇതൊക്കെ നമ്മുടെ സഭയുടെ ആവശ്യമാണ്. പാസ്റ്റർ ഫിന്നി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന്, സഭയുടെ പരാജയം. കൃപകളും കൃപാവരങ്ങളും വേണ്ട രീതിയിൽ സഭയിൽ ജ്വലിക്കുന്നില്ല. 3, ഇപ്പോഴുള്ള തലമുറകളെ അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കി അതിനെ കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ ഉള്ള എൽഡേഴ്സ് അല്ലെങ്കിൽ മൂപ്പന്മാർ സഭയിലില്ല എന്നുള്ളതാണ് ഒരു പരാജയം. പിന്നെ അപമാന ഭാരം നിമിത്തം ആ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ, ഏതൊരു വ്യക്തിയും ആയിക്കോട്ടെ, ആ സഭയിൽ കടന്നു വരുന്ന വിശ്വാസികൾക്ക് അവരുടെ മനസ്സ് തുറന്ന് സഭയിൽ കാര്യങ്ങൾ പറയുവാൻ കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പരാജയം തന്നെയാണ്. ഇതെല്ലാം ഞങ്ങളും സമ്മതിക്കുന്നു, സത്യമായ കാര്യമാണ്. എന്നാൽ ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് എനിക്ക് പറയുവാനുള്ളത്, ഒരു വിശ്വാസി, സഭയിൽ കടന്നു വരുന്ന ഒരു വിശ്വാസി അവരുടെ മനസ്സ് തുറന്ന് അവരുടെ വിഷയങ്ങളെ പാസ്റ്റർമാരോട് അല്ലെങ്കിൽ അവിടെയുള്ള ദൈവജനത്തോട് തങ്ങളുടെ ഭാരങ്ങൾ അറിയിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, അത് സാക്ഷ്യത്തിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണലി ആയിക്കോട്ടെ, അവർക്ക് വിഷയങ്ങൾ പറയുവാൻ കഴിയുന്നില്ല എങ്കിൽ അത് നിശ്ചയമായും സഭയുടെ പരാജയം തന്നെയാണ്. കാരണം ഇന്നത്തെ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വിഷയം ഒരു വ്യക്തിയുടെ അടുക്കൽ നമുക്ക് ഏൽപ്പിക്കുവാൻ പറ്റുകയില്ല. മനസ്സ് തുറന്ന് അവരുടെ കഷ്ടങ്ങൾ, അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ പറയുവാൻ കഴിയുകയില്ല. കാരണം അത് ഒരു ചെവിയിൽ നിന്ന് മറ്റേ ചെവിയിലേക്ക് പെട്ടെന്ന് തന്നെ അത് യാത്ര ചെയ്തിരിക്കും. അല്ല, സോഷ്യൽ മീഡിയയുടെ ഒരു ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോൾ വൈറലായി എന്ന് ചോദിച്ചാൽ മതി. ഒന്നുകിൽ അതവർക്ക് ഒരു അടുത്ത ദിവസം ഒരു പ്രസംഗ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ അത് അവർക്കൊരു സോഷ്യൽ മീഡിയയിൽ ഒരു കണ്ടൻ്റാക്കി അവർ ഉപയോഗിക്കും എന്നുള്ളത് ഭയന്നുകൊണ്ട് തന്നെയാണ് വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ വിഷയങ്ങൾ പുറത്ത് തുറന്നു പറയാത്തത്. ശക്തന്മാരായ ന്യായാധിപന്മാരുണ്ടായിരുന്നപ്പം ജനം ദൈവത്തെങ്കിലേക്ക് മടങ്ങി, ഇല്ലാത്തപ്പം ജനം തോന്നിയ വഴി പോയി. ശിവദാസന്മാർ ദ്രവ്യാഗിരികളും പിന്നെ പലതുമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മത്സരം ആഭിചാരം പോലെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ ദുഃഖകരമാണ് ഇന്നത്തെ ആത്മീയ ജീവിതം, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ. അവിടെ എവിടെയും തട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ പോരാ, ഇതിൻ്റെ കേന്ദ്ര ബിന്ദു ദൈവദാസന്മാരുടെ കുഴപ്പമാണ്. ദൈവദാസന്മാർക്ക് ഗൗരവമായ ഉത്തരവാദിത്തമുണ്ട് ഇക്കാര്യത്തിൽ. സംസ്കൃതത്തിൽ ചെല്ലുണ്ട് പാസ്റ്ററെ, യഥാ രാജ തഥാ പ്രജ. രാജാവ് എങ്ങനെയായിരിക്കുമോ അങ്ങനെയായിരിക്കും പ്രജകൾ. ദുഃഖമെന്ന് പറയട്ടെ, വെള്ളിയാഴ്ച പ്രാർത്ഥന തിരുവനന്തപുരത്തെ പല സഭകളിലും ഇല്ല. അതീവ ദുഃഖമെന്ന് പറയട്ടെ, കോട്ടേജ് പ്രയർ ഇല്ല, മറിച്ച് വിസിറ്റിംഗ്. ഒരു ദിവസം 5-6 വീടുകളിൽ കയറി വിസിറ്റിംഗ് നടത്തുക. ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഇന്ന് ദൈവദാസന്മാർ ഫ്ലക്സിലായി ഇവിടെ ജീവിക്കുന്നത്, മീഡിയകളിലും. ഈ ശബ്ദവും ആസാദി ചാനലിൽ നിന്ന് തന്നെ എടുത്തതാണ്. ആരാണെന്ന് അറിഞ്ഞുകൂടാ. എന്തു തന്നെയായാലും വളരെ വേദനിക്കുന്ന ഹൃദയമുള്ള, ഉത്തരവാദിത്തമുള്ള ഒരു ദിവ്യഭൃത്യൻ്റെ ശബ്ദമാണെന്നുള്ളത് ഞങ്ങൾ നന്നായി മനസ്സിലാക്കുന്നു. അദ്ദേഹം പറയുന്നത്, 1, ശക്തരായ ന്യായാധിപന്മാർ സഭയ്ക്ക് ഇല്ലാതെ പോകുന്നതാണ് 1. 2, ദ്രവ്യാഗ്രഹവും മത്സരികളുമായ കർത്തൃദാസന്മാർ സഭയെ നയിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഉദാഹരണം യഥാ രാജ തഥാ
പ്രജ എന്നാണ്. എന്ന് പറഞ്ഞാൽ സഭയെ നയിക്കുന്നവരെങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കും അവിടുത്തെ കടന്നു വരുന്ന ജനവും അല്ലെങ്കിൽ വിശ്വാസികളും എന്നുള്ളതാണ്. അത് നിശ്ചയമായും സത്യമായ കാര്യം തന്നെയാണ്. പിന്നെ ഒന്ന് അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥന മീറ്റിങ്ങുകൾ കുറച്ചുകൊണ്ട് വിസിറ്റിങ്ങുകൾ കൂട്ടി. വിസിറ്റ് കൂട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല, വരുന്നത് ഞങ്ങൾക്ക് സന്തോഷം തന്നെയാണ്. എന്നാൽ തങ്ങളുടെ ഓഹരി വാങ്ങിക്കുവാൻ, തങ്ങളുടെ പങ്ക് വാങ്ങിക്കുവാൻ വേണ്ടി മാത്രം വരാതെ കൊണ്ട് ഒരു ഭവനത്തിൽ കടന്നു ചെന്നാൽ ആ ഭവനത്തെ വിവേചിക്കുവാൻ, അവിടെയുള്ള ജനത്തെ ഒന്ന് വിവേചിക്കുവാൻ, ഈ പൈതലിനെ കുറിച്ച് പറയുന്നത് ഈ പൈതൽ സഭയിൽ ചെന്നിട്ട് മാസങ്ങളായി ഈ പൈതൽ എന്ത് എന്ന് തിരക്കാനോ അല്ലെങ്കിൽ ആ പൈതലിന് എന്ത് സംഭവിക്കുന്നു തിരക്കാനോ ഒന്നുമുള്ള, അഥവാ മാതാപിതാക്കൾ പറഞ്ഞില്ലെങ്കിൽ തന്നെ വെളിപ്പാണ്ട കണ്ണിൽ അത് പ്രാർത്ഥിച്ച് മനസ്സിലാക്കുവാൻ ധൈര്യപ്പെടുന്ന അല്ലെങ്കിൽ അതിന് പ്രാപ്തിയുള്ള ഒരു കർത്തുദാസന്മാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ കുഞ്ഞിനെ വിടുവിച്ചെടുക്കുവാൻ പറ്റുമായിരുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് വിസിറ്റിൽ ചെല്ലുന്നത് ജസ്റ്റ് കയറി ഇറങ്ങി പോകുവാനായിട്ട് അല്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രയോജനത്തിന് വേണ്ടിയിട്ടല്ല. ആ ഭവനത്തെ ഒന്ന് വിവേചിച്ചറിയുവാൻ, അവരുടെ കഷ്ടങ്ങളൊന്ന് കൂടെ ഇരിക്കുവാൻ, അവരുടെ പാവിരിച്ചൊന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ സമയം ചെലവഴിച്ചാൽ എത്രയോ നന്നായിരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് അദ്ദേഹം പറഞ്ഞത് ഫ്ലെക്സിലും മീഡിയയിലും വന്നു പറ്റുവാൻ വേണ്ടി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി തത്രപ്പെടുന്ന ഒരു കൂട്ടം കർത്തദാസന്മാരാണ് ഇപ്പോൾ സഭയിൽ ഉള്ളതെന്നാണ് ഇദ്ദേഹവും പറഞ്ഞു വെക്കുന്നത്. ഈ ചെറുക്കൻ കഴിഞ്ഞ 5 വർഷമായിട്ട് അവന് പ്രാർത്ഥനകളുടെ വിരസമാണ്. ആരാധനയ്ക്ക് പോകാൻ താല്പര്യമില്ല, സ്തുതി സ്തോത്രങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല, അന്വേഷിക്കാൻ പാസ്റ്റർമാർക്കും താല്പര്യമില്ല. 10 മണിക്ക് കൂടി 12:30 യോഗം നടത്തിയ പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഇല്ല യോഗത്തിന് വരാൻ. അതിനകത്ത് പ്രവചനം വേണം, അതിനകത്ത് ദൈവകൃപ വ്യാപരിക്കണം, അതിനകത്ത് ഭൂതശാന്തി ഉണ്ടാകണം, അതിനകത്ത് ബന്ധനങ്ങൾ അടിയണം, പൈശാചിക ശക്തികളെ അടിച്ചുവിടാൻ പ്രാപ്തിയുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ പവർ ദൈവത്തിന്റെ ആരാധനയിൽ വെളിപ്പെട്ടു വരണം. ഇതാണ് പാസ്റ്റർ ബിനു വാഴമുട്ടം. ഇദ്ദേഹം പറയുന്നത് ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ സുവിശേഷം എന്നത് അത് വചനമായിട്ട് മാത്രമല്ല, അത് പരിശുദ്ധാത്മാവിൻ്റെ സകല പ്രദർശനത്തോടും കൂടെ അത് സഭയിൽ ചലിക്കുവാൻ അനുവദിക്കണം എന്നുള്ളത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഭൂതശാന്തി, രോഗശാന്തി, അതുപോലെ തന്നെ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അല്ലെങ്കിൽ കടന്നു വരുന്ന ഒരു വ്യക്തിയെ വിവേചിച്ചറിഞ്ഞ് ആ വ്യക്തിയെ ചുമക്കുന്ന ശക്തി ഏതെന്ന് മനസ്സിലാക്കി അതിനെ ശാസിക്കേണ്ടതാണെങ്കിൽ ശാസിച്ചു വിടുവാൻ, അല്ല ബന്ധനങ്ങളെ അറുത്തു മാറ്റേണ്ട ആണെങ്കിൽ അങ്ങനെ ചെയ്യുവാൻ, ഒരു വ്യക്തിയെ ആ ആയിരിക്കുന്ന പൈശാചിക തലത്തിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ വരപ്രാപ്തരായവർ സഭയിൽ വേണം എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. പിന്നൊരു കാര്യം, വിശ്വാസികളെ അന്വേഷിക്കാത്ത ഒരു കൂട്ടം സഭ, അല്ലെങ്കിൽ 99 മാറ്റി നിർത്തി ഒന്ന് നഷ്ടപ്പെട്ടാൽ അതിനുവേണ്ടി ഭാരപ്പെടുന്ന, അതിനുവേണ്ടി വേദനിക്കുന്ന ഹൃദയമുള്ള ഭക്തന്മാർ ഇന്ന് സഭയ്ക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇദ്ദേഹവും പറയുന്നത്. ഇതിൽ നിന്ന് ഞങ്ങളും ഒട്ടും വ്യത്യസ്തരല്ല, അതിനെ ഞങ്ങളും സമ്മതിക്കുന്നു. സത്യമേത് മിഥ്യ ഏത് എന്നത് തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ഒരു പീരീഡ്, അത് നമ്മുടെ കൗമാരമാണ്. ഈ കൗമാര പ്രായം പണ്ട് നമുക്ക് അപ്പനമ്മയും മാത്രമേ ഉള്ളൂ മുമ്പിൽ. സ്കൂളിൽ അധ്യാപകർ, ചർച്ചിൽ ചെന്നാൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, ദെൻ പാസ്റ്റേഴ്സ് ആണ് പരമാധികാരി. അതിന്റെ അപ്പുറം ഒരു ലോകം ഉണ്ടെന്ന് പോലും നമുക്ക് അറിയില്ലാത്ത കാലം. ഇവർ പറയുന്നത് തന്നെയാണ് വേദവാക്യം. അവർ നമ്മളെ കണ്ടിട്ട് കാണിച്ചാൽ നമ്മൾ ഭയന്നിരിക്കും, അവരടിച്ചാൽ അടിയും കൊണ്ട് തൂത്തോട്ട് മിണ്ടാതിരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലം. ചിലപ്പോൾ അത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി മാതാപിതാക്കളോടോ ചർച്ചിലെ അധ്യാപകരോടോ പാസ്റ്ററോടോ ചോദിച്ചാൽ അയാൾ സഫീഷ്യന്റ് ആയിട്ടുള്ള മറുപടി കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ സ്വാഭാവികമായും ഇവരിൽ നിന്ന് ഡിറ്റാച്ച് ആവും. ഇന്നത്തെ മെയിൻ പ്രോബ്ലം ദൈവസഭകൾക്കകത്ത് വചന പഠനം ഇല്ല എന്നുള്ളതാണ്. നിങ്ങൾ കൂടുന്ന ചർച്ചിനെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഞായറാഴ്ചത്തെ ആരാധന തന്നെ വിശ്വാസികൾക്ക് ആഗ്രഹപ്രകാരം 10 മണി മുതൽ 12:30 വരെ നിജപ്പെടുത്തിയിരിക്കുകയാണ്. 1 മണിക്ക് ആഹാരം കഴിക്കാൻ വീട്ടിൽ ആരാ വെള്ളം കൊടുക്കുന്നത്? വിശ്വാസികളാണ്. ഇവർക്ക് 1 മണിക്ക് ഉൾപ്പെട്ടത് ഒന്നും ചെയ്യാനില്ല. ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ പോയപ്പോ എനിക്ക് 7 ദിവസത്തെ പ്രസംഗമാണ്. ഞാൻ ആദ്യ ദിവസം അവിടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ കമ്മിറ്റിക്കാരൻ ചോദിച്ചു എത്ര മണിക്കാണ് നിർത്തുന്നത്, അയാൾക്ക് അതാണ് അറിയേണ്ടത്. ഞാൻ ചോദിച്ചു എത്ര മണിക്കാണ് നിർത്തേണ്ടത്, 8:30 ഇവിടുത്തെ സമയം. ഞാൻ പറഞ്ഞു ഓക്കെ. ഞാൻ ചോദിച്ചു അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകുന്നത്, വീട്ടിൽ പോകും. ആദ്യ ദിവസം ഞാൻ 8:30 നിർത്തി, 2ാമത്തെ ദിവസം 8:45 നിർത്തി, 3ാമത്തെ ദിവസം 9 മണിക്ക് നിർത്തി. ദൗർഭാഗ്യവശാൽ എൻ്റെ അടുത്ത് ചോദിച്ച ആളിന് മൂത്ര തടസ്സം ഉണ്ടാവുകയും പിന്നീടുള്ള മീറ്റിംഗിന് വരാൻ കഴിയാതെ കുഴൽ വിട്ട് വീട്ടിലിരിക്കേണ്ടി വരികയും ചെയ്യും. ഞാൻ പിന്നെ 10 മണി വരെയും പ്രസംഗിച്ചു. ഇന്ന് എത്ര ചർച്ചിലാണ് ബൈബിൾ ക്ലാസ് ഉള്ളത്? ഇല്ല. സൺഡേ സ്കൂൾ ആകെ കൊടുക്കുന്നത് നമ്മളെ ഒരു 3/4 മണിക്കൂർ കൊടുക്കും. കുട്ടികൾക്ക് കിട്ടുന്നത് 25 മിനിറ്റാണ്. അതിനകത്ത് ടീച്ചേഴ്സ് ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുന്നേറ്റ് പോകും. ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് തിരുവഴുത്ത് ലഭ്യമാകുന്നത്? പെന്തക്കോസ്ത് മാതാപിതാക്കളെ ജനിച്ചു വളർത്തുക എന്ന കാരണത്താൽ ആ ചക്രത്തിലൊത്ത് കറങ്ങുന്നു എന്നല്ലാതെ അവർക്ക് എന്തറിയാം ബൈബിളിനെ കുറിച്ച്? ദിസ് ഈസ് വാട്ട് എ മേജർ ഇഷ്യൂ. ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇനി വലിയ സഭകളിൽ മത്സരമാണ്, വാക്യ പഠന മത്സരം. ഒരു വാക്യം പറഞ്ഞാൽ അവന് ട്രോഫി കൊടുത്തത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണെന്നറിയാവോ? അവിടെ മത്സരമായി പാട്ടിന് മാർക്ക് കിട്ടത് ശരിയായില്ല, മാതാപിതാക്കളാണ് ജഡ്ജസ് ലെവലിലേക്ക്. ഇവനൊക്കെ എങ്ങോട്ട് പോകാനാണ് വരുന്നത്? ഈ തലമുറകളെ എന്ത് പറഞ്ഞാണ് വളർത്തുന്നത്? ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നു വിചാരിക്കുക. അപ്പോൾ ശരിക്കും സഭകളിൽ ആരാധനകൾ നാമം മാത്രമായി ശോഷിച്ചിരിക്കുന്നു. ഉപദേശിമാർ കറവക്കാരായി മാറിയിരിക്കുന്നു.
കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ആടുകൾക്കും ആടിന്റെ കുഞ്ഞുങ്ങൾക്കും എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്കും അവരുടെ മക്കൾക്കും വചനം അവർ കൊടുക്കുന്നില്ല. നമ്പർ 2, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയുള്ള കാത്തിരിക്കലില്ലായ്മ. ഇന്ന് ഏത് സഭയിലാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിപ്പുള്ളത്? ഇന്ന് സഭകളിൽ പരിശുദ്ധാത്മാവ് ഇല്ല എന്നും അന്യഭാഷ ഇല്ല എന്നും കൃപാവരങ്ങൾ നിന്നുപോയി എന്നും ഒക്കെ പഠിപ്പിക്കുന്ന ദുരുപദേശകരുടെ പഠനങ്ങൾ ഇരച്ചു കയറിയിരിക്കുന്നു. മൂന്നാമത്തെ മേജർ പ്രോബ്ലം, നമ്മുടെ കുട്ടികൾ ആരെയാണ് അനുകരിക്കേണ്ടത്? മുൻകാലങ്ങളിൽ നമ്മുടെ മുൻപിൽ കുറച്ചധികം പിതാക്കന്മാരും അമ്മമാരും ഉണ്ടായിരുന്നു. വിശുദ്ധ ജീവിതവും ആത്മീക പക്വതയും ഒക്കെ സൂക്ഷിച്ചിരുന്ന ഒരു കൂട്ടം ദൈവമക്കൾ. ഇന്നത്തെ ഗതി എന്താണ്? നമ്മുടെ കുട്ടികൾ ആരെയാണ് അനുകരിക്കേണ്ടത്? അപ്പൊ പ്രധാനപ്പെട്ട 3 പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, തിരുവചന പഠനമില്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പില്ല, കുഞ്ഞുങ്ങൾക്ക് അനുകരിക്കാൻ യോഗ്യരായ മുൻനിരക്കാരുമില്ല. നമ്മൾ കുഞ്ഞുങ്ങളെ ക്രിസ്തുവിനല്ല ഉറപ്പിക്കുന്ന സഭയിലാണ്. IPC കാരൻ IPCയിലും ഏജിക്കാരൻ ഏജിയിലും ചട്ടക്കോടിലും സ്വതന്ത്രത്തിലും ഒക്കെയാണ് ഇവരെ പിടിച്ചിടാൻ ശ്രമിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, വിശ്വാസികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ഏത് ശരി ഏത് തെറ്റ് തിരഞ്ഞെടുക്കാനുള്ള സൗകര്യം അവർക്ക് കൊടുക്കണം. നിങ്ങളെ നട്ടത് ഈ സഭയിലാണ്, ഇവിടെ നിൽക്കണം. സഭയിലല്ല കർത്താവ് നടുന്നത്. ഞാൻ കാരണം രക്ഷയിലേക്ക് വന്നു എന്ന് പറഞ്ഞ് എന്റെ ചർച്ച നിൽക്കണം നിർബന്ധമൊന്നുമില്ല. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വചനവും പരിശുദ്ധാത്മാവിന്റെ നിറവും മറ്റ് ശാസനകളും സൗകര്യങ്ങളും ലഭ്യമാകുന്ന വളർച്ചയ്ക്ക് യോഗ്യമായ ഏത് സഭയിലും അവർക്ക് നിൽക്കാം. അല്ലാതെ നിങ്ങളെ നട്ടത് ഇവിടാണ്, അങ്ങനെ ആരും നടില്ല. നമ്മളെ കർത്താവ് നടുന്നത് ക്രിസ്തുവിലാണ്. ആ ബോധ്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് എവിടെ ചെന്നാലും അവർ ക്രിസ്തുവിലാണെന്ന ബോധ്യവും ക്രിസ്തുവിൽ ഉള്ളവരുടെ കൂടെയുള്ള സഹകരണത്തിലുള്ള സൗകര്യവും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായും ഉണ്ടാകണം. അത് ഉണ്ടാക്കി കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ഇസ്ലാമിന്റെ തള്ളിക്കയറുന്നുണ്ട്. അവർ പറയുകയാണ് ഏകദൈവമേ ഉള്ളൂ, അത് അല്ലാഹുവാണ്. അതല്ല എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. യഹോവയാരെന്ന് പറഞ്ഞു കൊടുക്കാനും യേശുക്രിസ്തു ആരെന്ന് പറഞ്ഞു കൊടുക്കാനും പരിശുദ്ധാത്മാവാരെന്ന് പറഞ്ഞു കൊടുക്കാനും വ്യക്തമായി തെളിയിച്ചു കൊടുക്കാൻ ദൈവമക്കളായി നമുക്ക് കഴിയണം. കാത്തലിക് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഓരോ മതങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. ശാസ്ത്രത്തിന്റെ വളർച്ച എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇതൊന്നും മനസ്സിലാക്കാതെ ഇവകളെല്ലാം അടച്ചു വെച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇതിന്റെ അകത്തിട്ട് വളർത്താൻ വിദ്യാഭ്യാസം അവർക്ക് ആവശ്യമാണ്. അവർക്ക് തിരഞ്ഞെടുക്കാം അല്ലെ? ഒരാൾ എനിക്ക് മെഡിസിൻ തന്നെ വേണം, യു ക്യാൻ ചൂസ് അല്ലെ? അതിനാവശ്യമായ ബാക്കി സൗകര്യം ഞങ്ങൾ ചെയ്തു തരും, ബാക്കി നീ ചെയ്തോളാം. അടുത്ത ആളിനെ മറ്റൊരു കാര്യമാകാനാണ് താല്പര്യം, ആയിക്കോട്ടെ. അപ്പോൾ അതിൽ അവർ കാണിക്കുന്ന ആ ശുഷ്കാന്തി ഉണ്ട്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പൊ അതാണ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ. ഒരു മകൻ എടുത്ത് പറഞ്ഞു കീബോർഡ് പഠിക്കണം, അവൾ കീബോർഡ് പഠിപ്പിച്ചു. അടുത്ത ആൾ എടുത്ത് പറഞ്ഞു ഡ്രം പഠിക്കണം. എനിക്ക് വേണമെങ്കിൽ പറയാം പെൺകുട്ടികൾക്ക് ഡ്രം ചോദിച്ചല്ല, ഡ്രം പഠിച്ചോളൂ. ഇവിടെ കുട്ടികൾക്ക് എന്താണ് സ്യൂട്ടബിൾ ആയി കുഞ്ഞുങ്ങൾ പറയുന്നത് അതിനെ നമ്മൾ മനസ്സിലാക്കി അതിൽ എന്തെങ്കിലും പോളിഷിംഗ് വരുത്താനുണ്ടെങ്കിൽ വരുത്തി അവർ അതിലേക്ക് ഇറക്കി വിടുകയാണ് നമ്മൾ ഉത്തരവാദിത്വം. അറ്റ് ദ സെയിം ടൈം അവരെ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇതാണ് പാസ്റ്റർ ജോബി ഹാൽവിൻ. ഇദ്ദേഹം പറയുന്ന കുറച്ചുകൂടെ ആഴമായ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി നമ്മൾ വളർത്തിയെടുക്കുന്നത് ക്രിസ്തുവിലാണ്, അല്ലാതെ സഭയിലല്ല. ഇന്ന് മിക്കവാറും ജനനം തുടങ്ങി മരണം വരെ ഒരേ സഭയിൽ തന്നെ നിൽക്കണം, അതൊക്കെ നല്ലതാണ്. പക്ഷേങ്കിൽ നമ്മൾ ആ സഭയിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള അഭിഷിക്തന്മാരെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ഉപയോഗപ്പെടുത്തുന്നത് നല്ലതായിരിക്കുമെന്നാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മുടെ മാതൃസഭ വിട്ടു പോവുക എന്നുള്ളതല്ല ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്, മറിച്ച് എത്രയോ അഭിഷിക്തന്മാർ എവിടെയെല്ലാം ഉണ്ട്. ഇപ്പോൾ ഈ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിൽക്കുന്ന മാതൃസഭയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റനേകം പുറത്തുള്ള അഭിഷിക്തന്മാരെ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തുമായിരുന്നു. എന്ന് പറഞ്ഞാൽ ചില സഭകളിൽ അവിടെ വചനമുണ്ട്, അവിടെ അഭിഷേകത്തിൻ്റെ പ്രവൃത്തിയില്ല, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ തീരെ ഉപയോഗപ്പെടുത്തുവാൻ സമ്മതിക്കുന്ന സഭകളായിരിക്കില്ല. ചില സഭകളിൽ അഭിഷേകത്തിൻ്റെ പ്രവൃത്തിയുണ്ട്, വചനത്തിൻ്റെ യാതൊരു ഉപദേശവും അതിൻ്റെതായ ആ ചിട്ടയുള്ള കാര്യങ്ങൾ ആ സഭകളിൽ കാണത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ സഭയെ കുറ്റപ്പെടുത്തി അവിടെ നിന്ന് വിട്ടുമാറുകയോ പുറത്തു പോവുകയോ അല്ല ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ കണ്ടെത്തി ആ വഴികളോട്ട് പോകുവാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. ഞങ്ങളുടെ ചെറുപ്പകാലത്തും ഇതുപോലുള്ള പൈശാചിക ശക്തികളുടെ പീഡനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെതായ എതിർപ്പുകളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെങ്കിലും ആ സഭ വിട്ടു പോവുകയോ അല്ലെങ്കിൽ ആ സഭയെ കുറ്റപ്പെടുത്തി അവിടെയുള്ളവരെ മാറ്റി നിർത്തുകയോ അല്ല ചെയ്തത്. മറിച്ച് മറുഭാഗത്ത് ആരെങ്കിലും ദൈവം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അഭിഷിക്തന്മാർ ആരെങ്കിലും ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് ചെന്ന് അവരുടെ കീഴിൽ ഒതുങ്ങിയിരുന്ന് അവർ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ അവരിൽ ദൈവം ഉപയോഗിക്കുന്ന അഭിഷേകത്തിൻ്റെ പ്രവൃത്തി, അഭിഷേകത്തിൻ്റെ താലങ്ങളെ, കൃപകളെ, കൃപാവരങ്ങളെ ഞങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളവരാണ്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ എളുപ്പമാണ്. ഒരു വ്യക്തിയെ ദൈവം എങ്ങനെ ഉപയോഗിക്കുന്നു, എന്തിനുപയോഗിക്കുന്നു എന്നുള്ളത് നമ്മുടെ ആവശ്യമനുസരിച്ചാണ്, നമ്മുടെ കണ്ണുനീരനുസരിച്ചാണ് ദൈവം ഓരോ വ്യക്തികളെ ഉപയോഗിക്കുന്നത്. ആ വ്യക്തികൾ അല്ലെങ്കിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒത്തിരി കുറവുകൾ അവരിൽ കാണുമായിരിക്കും. പക്ഷേങ്കിൽ ആ കുറവുകളെല്ലാം കൂടെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിശുദ്ധന്മാരുടെ കൈക്കീഴിൽ ചെന്ന് നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നമ്മൾ പ്രാപ്തരാകണമെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ നമ്മളെ വിടുവിക്കുവാൻ ഒരു സഭ പ്രാപ്തരല്ലെങ്കിൽ അല്ലെങ്കിൽ അവിടെയുള്ള അധികാരങ്ങൾക്ക് അത് കഴിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തി നമ്മൾ ആ സഭ വിട്ടുപോവുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് മറ്റുള്ള അഭിഷിക്തന്മാരെ കണ്ടെത്തുവാൻ കഴിയും. ദൈവം എത്രയോ അഭിഷിക്തന്മാരെ എവിടെയെല്ലാം ആക്കി വെച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളപ്പോഴും അവരിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. സോ അവരെ ഉപയോഗിക്കുക, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. പ്രജത്തിനെ രക്ഷിക്കാൻ പറ്റിയില്ല,
ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഈ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പ്രതിശ്രയ ഞങ്ങളുടെ കൈ കിട്ടി അവനെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയാലും ഏതു ബന്ധനോ അഴിക്കാൻ കരുത്തുള്ള ദൈവം ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. വളരെ വേദനയോടെ, വളരെ സങ്കടത്തോടെ ഞങ്ങൾ ഇനിയും ചോദിച്ചു കൊള്ളട്ടെ, എത്ര പെന്തക്കോസ്ത് സഭകൾക്ക്, എത്ര കർത്തൃ ശുശ്രൂഷകർക്ക് ചാങ്കൂറ്റത്തോടെ പറയുവാൻ കഴിയും, ആ പൈതലിനെ ഞങ്ങളുടെ കരങ്ങൾ കിട്ടിയിരുന്നെങ്കിൽ, ആ കുടുംബത്തെ ഞങ്ങളുടെ സഭയിൽ കിട്ടിയിരുന്നെങ്കിൽ അയ്യോ ഞങ്ങൾക്ക് വിടുവിക്കാൻ കഴിയുമായിരുന്നുവെന്ന്. ഇങ്ങനെ പിശാചിനോട് വെല്ലുവിളിച്ച് ധീരമായി പോരാടുന്ന ഒരു കൂട്ടം ദൈവജനത്തെ, ഒരു കൂട്ടം കർത്തൃ ശുശ്രൂഷകയാണ് ദൈവജനം ഇന്ന് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത്. ഇന്ന് രാവിലെ ദൈവത്തിന്റെ മുമ്പിൽ എത്ര സമയം ഞാൻ കരഞ്ഞെന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയൂ. അദ്ദേഹത്തിന്റെ അമ്മ ഒരു ഇന്റർവ്യൂ പറഞ്ഞു, എന്നാന്നറിയാവോ, അവനെ ജയിലിൽ നിന്ന് വിടല്ല, ജയിലിൽ നിന്ന് വിട്ട എന്നെ കൊല്ലും. പെന്തക്കോസ്തുകാരി അമ്മയുടെ രോദനമായ വാക്കാ. കരഞ്ഞു ഞാൻ ആ വാക്ക് കേട്ടിട്ട്. എല്ലാ ബഹുമാനത്തോടും കൂടി ഞങ്ങൾ കർത്തൃ ശുശ്രൂഷകരോട് ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ, കടന്നു വരുന്ന ദൈവജനത്തെ ഓർത്ത് എത്ര പേർ കരയുന്നവരാണ്? വചനം പറയുന്നു, ആത്മാക്കൾക്കുടയവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. എൻ്റെ അടുക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകൾക്ക് വേണ്ടി ഞാൻ ഉത്തരവാദിത്തപ്പെട്ടവനാണ്. അവരെ ഓർത്ത് ഞാൻ കരയുന്നവനാണ്. ലാസറിൻ്റെ കല്ലറയ്ക്കൽ യേശു കണ്ണുനീർ വാർത്തതുപോലെ ജനത്തിൻ്റെ കല്ലറയ്ക്കൽ ജനം അനുഭവിക്കുന്ന കഷ്ടങ്ങളിൽ, അവരനുഭവിക്കുന്ന വേദനകൾ, അവരുടെ നിരാശകൾ, ശൂന്യതകൾ മനസ്സിലാക്കി അവരോടൊപ്പം കണ്ണുകളൊന്ന് നനയ്ക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ അയ്യോ ജനം വഞ്ചിക്കപ്പെടുകയല്ലേ? നെഞ്ചത്ത് കൈവച്ച് ഒന്ന് പറയാൻ കഴിയട്ടെ, എൻ്റെ ജനത്തെക്കുറിച്ച് ഞാൻ ഉത്തരവാദിത്തമുള്ളവനാണെന്ന്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ സമൂഹത്തെ കുറ്റപ്പെടുത്തി, കുടുംബത്തെ കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ വ്യക്തി ജീവിതങ്ങളെ കുറ്റപ്പെടുത്തി മാറി നിൽക്കാൻ എളുപ്പമാണ്. എന്നാൽ ഇതെൻ്റെ കുറ്റം, എൻ്റെ കുറവെന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് കരയുന്ന ഒരു കൂട്ടം നേതാക്കന്മാരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവന്മാര് പറയുന്നത് എന്താണെന്ന് ഇവന്മാർക്ക് അറിയില്ലെന്നുള്ളത് ഇവര് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഇവർ വഴിതെറ്റിയിരിക്കുന്നു.